നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടൽ യാത്ര ഏറെ സാഹസികത നിറഞ്ഞതാണ്. ഏത് നിമിഷവും അപകടം സംഭവിക്കാം. കടലിലെ തിരമാലയുടെ ഗതി അറിഞ്ഞാലും ഏത് നിമിഷം വേണമെങ്കിലും അത്തരത്തിൽ ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുമാത്രമല്ല, വലിയ മത്സ്യങ്ങളുടെ ആക്രമണവും ചിലപ്പോൾ ഉണ്ടാകാം. ഏതായാലും ഇപ്പോൾ അത്തരത്തിലൊരു ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലടക്കം വൈറലാകുന്നത്. ഒരു ചെറു ബോട്ടിൽ കടലിൽ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നവരെ ആക്രമിച്ച കൂറ്റൻ തിമിംഗലത്തിന്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. അമേരിക്കയിലെ ന്യൂ ഹാംഷെയറിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. 23 അടി നീളമുള്ള ചെറു ബോട്ടിന് നേരെയാണ് കൂറ്റൻ തിമിംഗലത്തിന്റെ ആക്രമണമുണ്ടായത്. സമുദ്രനിരപ്പിൽ ഉയർന്ന ശേഷം ചെറു ബോട്ടിനെ തല കീഴായി മറിച്ചുകൊണ്ടാണ് സമുദ്രത്തിലേക്ക് തിരികെ പതിക്കുന്നത്. US കോസ്റ്റ് ഗാർഡ് പറയുന്നത് പ്രകാരം ന്യൂ ഹാംഷെയർ തീരത്ത് നിന്ന് ഒരു തിമിംഗലം മീൻപിടുത്ത ബോട്ടിലേക്ക് ചാടിയതിനെ തുടർന്ന് മറിഞ്ഞു. ബോട്ടിലെ 2 യാത്രക്കാർ സുരക്ഷിതരാണെന്ന് US കോസ്റ്റ് ഗാർഡും അറിയിച്ചു. ഒഡിയോൺ പോയിന്റ് സ്റ്റേറ്റ് പാർക്കിന് സമീപം ചൊവ്വാഴ്ചയാണ് സംഭവം നടന്നത്. ഏകദേശം 23 അടി സെന്റർ കൺസേൺ ബോട്ടിലേക്കാണ് തിമിംഗലം ചാടുന്നത്. അത് നമുക്ക് ഈ ഒരു വീഡിയോയിലും കാണാൻ സാധിക്കും. ബോട്ടിലുണ്ടായിരുന്ന 2 പേർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതിന് മുൻപ് സെക്കൻഡുകളുടെ ഇടവേളയിലാണ് ഈ ഒരു സംഭവം നടന്നത്. സമീപത്തുണ്ടായ മറ്റൊരു ബോട്ടിലുണ്ടായിരുന്നവരാണ് ഈ ഒരു ഞെട്ടിക്കുന്ന രംഗങ്ങൾ ചിത്രീകരിച്ചത്. തിമിംഗലം ഉയർന്നു പൊന്തുന്നതും തിരികെ ബോട്ടിനെ തലകീഴായി മറിച്ച് സമുദ്രത്തിലേക്ക് തിരികെ പതിക്കുന്നതും ബോട്ടിലുണ്ടായിരുന്നവർ തെറിച്ച് കടലിലേക്ക് വീഴുന്നതും വീഡിയോ ദൃശ്യങ്ങളുണ്ട്. സംഭവത്തിൽ ആർക്കും ഗുരുതരമായ പരിക്കേറ്റിട്ടില്ലെന്നാണ് അമേരിക്കൻ തീരസംരക്ഷണ സേന വിശദമാക്കുന്നത്. തലകീഴായി മറിഞ്ഞ ബോട്ടിനെ സമീപത്തുണ്ടായിരുന്ന മറ്റു ബോട്ടുകൾ കെട്ടിവലിച്ച് കരക്കെത്തിച്ചു. സംഭവത്തിൽ ബോട്ട് മറിഞ്ഞതായി പ്രസ്താവിക്കുന്ന ഒരു മെയ്ഡേ കോൾ ലഭിച്ചതായും കോസ്റ്റ് ഗാർഡ് എക്സിൽ പോസ്റ്റ് ചെയ്തു. ബോട്ട് മറിഞ്ഞതിനാൽ യാത്രക്കാരെ ബോട്ടിൽ നിന്നും ഇറക്കി കോസ്റ്റ് ഗാർഡ് പോസ്റ്റ് ചെയ്തു. അടിയന്തര സമുദ്ര വിവര പ്രക്ഷേപണം പുറപ്പെടുവിക്കുകയും കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ പോർട്സ്മൌത്ത് ഹാർബറിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. 2 പേരെയും കൂടെ ഉണ്ടായിരുന്നവർ വെള്ളത്തിൽ നിന്ന് വീണ്ടെടുത്തു. പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് കോസ്റ്റ് ഗാർഡ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. തിമിംഗലത്തിന് പരിക്കേറ്റിട്ടില്ലെന്നും സ്റ്റേഷൻ പോർട്സ്മൌത്തിൽ നിന്നുള്ള ബോട്ട് ജീവനക്കാർ അറിയിച്ചു. സംഭവം കോസ്റ്റൽ സ്റ്റഡീസ് മറൈൻ ആനിമൽ ഹോട്ട്ലൈനും നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷനിലും റിപ്പോർട്ട് ചെയ്തു. ബോട്ടും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ജോർജ് പാക്വിറ്റ, റിലാൻസ് കെന്നി എന്നിവരാണ് തിമിംഗലത്തിന്റെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ഇവരുടെ ചെറുബോട്ടിലുണ്ടായിരുന്ന മത്സ്യങ്ങളെ ചെറുതായി എത്തിപ്പിടിച്ച് അകത്താക്കിയ ശേഷമായിരുന്നു തിമിംഗലം ബോട്ട് തലകീഴായി മറിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വൈറലാണ്. അതേസമയം കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് മറ്റൊരു റിപ്പോർട്ട് കൂടെ പുറത്തു വന്നത്. അതായത് നിരന്തരം വേട്ടയാടലിലൂടെ 100 വർഷങ്ങൾക്ക് മുൻപ് അപ്രത്യക്ഷമായി എന്ന് കരുതിയിരുന്ന തിമിംഗലെ വീണ്ടും കണ്ടെത്തിയതായിട്ടായിരുന്നു ഗവേഷകർ അറിയിച്ചിരുന്നത്. വംശനാശം സംഭവിച്ചു എന്ന് കരുതിയിരുന്ന നീല ചാരനിറത്തിലുള്ള സെയ് തിമിംഗലങ്ങളെയാണ് അർജന്റീനയിലെ പാറ്റഗോണിയൻ തീരത്ത് നിന്ന് വീണ്ടും കണ്ടെത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ തിമിംഗലങ്ങളുടെ ഈ പുനരുജ്ജീവനം പ്രകൃതിയുടെ പ്രതിരോധ ശേഷിയിലേക്കും ആഗോള സംരക്ഷണ ശ്രമങ്ങളുടെ നല്ല സ്വാധീനത്തിലേക്കും വിരൽ ചൂണ്ടുന്ന ാണെന്നും ഗവേഷകർ അടിവരയിട്ടു. 64 അടി വരെ നീളത്തിൽ വളരുന്ന ഇവയ്ക്ക് 28 ടൺ വരെ ഭാരമുണ്ടായിരിക്കും. സെയ് തിമിംഗലങ്ങളുടെ നീല കലർന്ന ചാരനിറം സമുദ്ര ആവാസ വ്യവസ്ഥയിൽ മറഞ്ഞിരിക്കാൻ ഇവയെ സഹായിക്കുന്നു. ഭക്ഷണം തേടി കിലോമീറ്ററുകളോളം നീന്താൻ ഇവയ്ക്ക് കഴിയുന്നു. ഭക്ഷണം തേടിയുള്ള അലച്ചിൽ ഇവയെ ദേശാടന പ്രിയരാക്കുന്നു. പ്രധാനമായും ചെറിയ മത്സ്യങ്ങളാണ് ഇവയുടെ ഭക്ഷണം. ഭക്ഷണം തേടി എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാൻ ഇവയ്ക്ക് മടിയില്ല.